മാഷേ, മാഷേ, ബാലമാഷേ. ആരാ? മാഷില്ലേ? ഉണ്ടല്ലോ. എന്താ കാര്യം? ഇതൊന്ന് കൊടുക്കാനാ. എന്താ ഇത്? ഒരു ഫോട്ടോയാ. ഫോട്ടോയോ? ആര് ഓർഡർ ചെയ്തതാ? ഞാൻ ഓർഡർ ചെയ്താ. അച്ഛാ, ഇത് ആരുടെ ഫോട്ടോയാ? അച്ചൂട്ടി, നിനക്ക് മനസ്സിലായില്ലേ? ഇത് ആകാശ് അളിയന്റെയും ചാരുവിന്റെയും കല്യാണ ഫോട്ടോയാ. നോക്കി, എന്തു വലിയ ഫോട്ടോയാണെന്ന്. അതെ, നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്യിക്കണം. മാഷ, ഇത് എവിടെ വെക്കണ്ടേ? വാ, ആര് ഈ വീട്ടിൽ കയറി വന്നാലും കാണുന്ന രീതിയിൽ വേണം ഈ ഫോട്ടോ വയ്ക്കാൻ. ശരി മാഷ. വാ. ദാ, അവിടെ വെച്ചോ. ആ. കോട്ടെ മാഷേ. ആ മോളെ, അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു. നന്നായി തൊഴുകാൻ പറ്റിയോ? ആ മോളെ, നീ ഈ കവറൊന്ന് പൊട്ടിച്ചേ. എന്താ ബാലമാമേ? അതൊക്കെ പറയാം. മോൾ ആദ്യം ആ കവർ മാറ്റി. ബാലമാമേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ, മോളുടെ അമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവളുടെ സ്നേഹവും സാമീപ്യവും എപ്പോഴും ഇവിടെ ഉണ്ട്. അതെ 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 അതെ, ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വീട്ടിൽ സമാധാനം ഇല്ലാത്തത്. ഈ ഫോട്ടോയും കൂടെ ഇവിടെ പ്രദർശിപ്പിച്ചത് കൊണ്ട് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു കണ്ടറിയാം. മാമനും മോളും കൂടി ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് ഫോട്ടോയും നോക്കി ഇവിടെ തന്നെ ഇരുന്നു.
എവിടെ ഈ തള്ള എന്നു പോയോ അന്നായിരുന്നു ഇത്തിരിയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിരുന്നത്. ഇപ്പൊ വീണ്ടും അകത്ത് കയറ്റി വെച്ചിരിക്കല്ലേ തള്ളേ മോളെ. ആരകത്ത് വേണം വേണ്ടെന്നൊക്കെ വൈകാതെ ഞാൻ തീരുമാനിക്കും. പെങ്ങടെ മോളെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയപ്പോ 35 വർഷം കൂടെ കഴിഞ്ഞവരെയൊക്കെ അങ്ങ് മറന്നു. വേണ്ടി വന്നാ അതിന് ഞാൻ മടിക്കില്ല. ഈ ഫോട്ടോ ഇവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ ഫോട്ടോയ്ക്ക് ഒരു പോറല് സംഭവിച്ചാൽ അന്ന് ഈ ബാലേന്ദ്രൻ ആരാന്ന് നീ അറിയും. വേണ്ട ബാലമാമ, വഴക്കിടണ്ട. അമ്മയ്ക്ക് ഇഷ്ടല്ലെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ഇവിടുന്ന് മാറ്റി മറ്റെവിടേക്കെങ്കിലും വെക്കാം. എടി, നീ ഇതെവിടെ കൊണ്ടുവച്ചാലും നിനക്ക് ഈ വീട്ടിൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഹാ, അവള് പറഞ്ഞൊന്ന് മോള് കാര്യാക്കണ്ട. ചെല്ല്, ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അനു, ഇത് മോളുടെ കൊലുസല്ലേ? അതെ ചേച്ചി, ഇതെന്റെ ഉത്സ. അരവിന്ദേട്ടൻ എടുത്തോണ്ട് പോയതാ. അരവിന്ദേട്ടൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ. എനിക്ക് അർഹതപ്പെടാത്ത ഒന്നും എനിക്ക് വേണ്ട.